ഇപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ വിഷയത്തിൽ നമ്മുടെ ലോക്കൽ ബോഡിക്ക് കൊടുക്കേണ്ട രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒഴിച്ച് കുറച്ച് പൈസ കൊടുക്കും. വല്ലതും മാറിക്കിട്ടുമോ? ട്രഷറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പൈസ മാറിക്കിട്ടുമോ? പഞ്ചായത്തിൽ പുല്ല് വെട്ടിയതിന് കാശ് കൊടുത്താൽ ബില്ല് കൊടുത്താൽ പാസ്സാവില്ലല്ലോ. ഒരു ഓട പണിയാൻ കാശുണ്ടോ? ഓട പണിതാൽ ബില്ല് ട്രഷറി കൊടുത്താൽ പാസ്സാവോ? ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ്. ബോധ്യം വേണം. കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല. എന്താ സ്ഥിതി? ഓരോ വകുപ്പിലെ സ്ഥിതി എന്താ? ദേ സപ്ലൈക്കോ, അതേ ഇവിടെ ഇല്ല. സപ്ലൈക്കോ 3 മാസമായി 4 മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. 10,500 കോടി രൂപ കൊടുക്കാനുണ്ട്. മാവേലി സ്റ്റോറിൽ ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ഇല്ല. നിങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് ഇന്നും പറഞ്ഞിട്ടല്ലോ ലൈഫ് മിഷൻ പദ്ധതി. ഈ വർഷം നിങ്ങൾ വെച്ചത് എത്രയാ? 717 കോടി. കൊടുത്തത് എത്രയാ? 18 കോടി. 1-ാം ഗഡുവില്ല, 2-ാം ഗഡുവില്ല, 3-ാം ഗഡുവില്ല. ഭവന നിർമ്മാണ പദ്ധതി മര്യാദയ്ക്ക് നേരത്തെ നടന്നിരുന്നതാണ്. പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ, മത്സ്യത്തൊഴിലാളികളൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ ഒന്നും നടക്കാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. 51,000 പേരാണ് ഈ വർഷം എഗ്രിമെന്റ് വെച്ചത്. ഞാൻ വഴങ്ങിയില്ലല്ലോ. അങ്ങിരിക്കും. ഞാൻ വഴങ്ങിയില്ല. പ്ലീസ് ഇരിക്കി. ഇതൊക്കെ നിങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ, നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഒരു ഡോക്യുമെന്റിന്റെ പിൻബലമില്ലാതെ ഒന്നും സംസാരിക്കില്ല ഞാൻ. ഐ വിൽ ഷോ ദ റെക്കോർഡ്സ്. അല്ല പറയില്ല. ഞാൻ പൊതുമാപ്പ് പറയാം നിയമസഭയോട്. എന്തെങ്കിലും ഫാക്ച്വലായിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അത് ചലഞ്ച് ചെയ്യാൻ വരില്ല. ഞാൻ നോക്കാതെ പറയില്ല. വെറുതെ വാദം ജയിക്കാൻ വേണ്ടി തെറ്റായ വസ്തുതകൾ ഞാൻ പറയില്ല. നിങ്ങൾ കൊടുത്തിട്ടില്ല പണം. നിങ്ങൾ കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. 2-ാം ഗഡുവിനും 3-ാം ഗഡുവിനും വേണ്ടിയിട്ട് പഞ്ചായത്ത് മെമ്പർമാർ ആളുകൾ തടുത്തു നിർത്തുവാണ് വഴിയിൽ. വിഒമാർ ആളുകളെ കാണുമ്പോൾ പുറകിലത്തെ ഡോറിൽ കൂടി ഇറങ്ങി ഓടുവാണ് പഞ്ചായത്തിൽ. അതൊക്കെയാണ് യാഥാർത്ഥ്യം. അതുപോലെ പട്ടികജാതിക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ജീവനക്കാർക്ക് എത്രയാണ്? 6 DA കുടിശ്ശികയാണ്. 6 DA കുടിശ്ശിക. ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ 6 DA കുടിശ്ശിക ഉണ്ടായിട്ടുണ്ടോ? പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷം പെൻഷൻകാർ മരിച്ചുപോയി. കൊടുത്തിട്ടില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തിട്ടില്ല. 30,000-നും 40,000-നും ഇടയ്ക്ക് കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിങ്ങൾ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഒരു പേയ്മെൻറ്റും ഒരു സ്ഥലത്തും നടത്തുന്നില്ല. എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും, KSRTC പ്രതിസന്ധിയിലാണ്, വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഏകദേശം പൂട്ടി. എത്ര ക്ഷേമനിധി ബോർഡ് ഈ വർഷം പൂട്ടുമെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അത്രയും പരിതാപകരമായ ഒരു ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സംസ്ഥാനം പോകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയൊക്കെ പ്രകാശിപ്പിച്ചു. അതായത് 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ 2.5-ൽ നിന്ന് 1.92 ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കുറഞ്ഞത് ഞങ്ങളിപ്പോൾ സമ്മതിച്ചെന്നു. ഞങ്ങളുടെ MP-മാർ മെമ്മോറാണ്ടമായി ധനകാര്യമന്ത്രിയെ, കേന്ദ്ര ധനകാര്യമന്ത്രിയെ പോയി കണ്ട് സന്ദർശിച്ചു കൊടുത്തതാണ്. അങ്ങ് വായിച്ചു കാണില്ല, അങ്ങ് അറിഞ്ഞു കാണില്ല. 2, ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡൽഹിയിൽ സമരത്തിനില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് തന്ന കത്തിലും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ് ദേശവ്യാപകമായി എടുത്തിരിക്കുന്ന നിലപാടാണ്. പോപ്പുലേഷൻ കുറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കുറയ്ക്കാൻ പാടില്ല, നമ്മുടെ വിഹിതം കുറയ്ക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് സുചിന്തിതമായ നിലപാടാണ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ നോക്കുന്ന നെറേറ്റീവ് എന്താണ്? കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണവും കേന്ദ്രത്തിൻ്റെ അവഗണനയാണ്. നിങ്ങളുടെ ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾക്ക് എങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റുന്നത്? ഞങ്ങളുടെ നെറേറ്റീവ് നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട്, നിങ്ങളുടെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് ആണ് ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ഈ ധനപ്രതിസന്ധി പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കാരണങ്ങളിൽ വൺ ഓഫ് ദ റീസൺസ് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ടാക്സിൻ്റെ കുറവാണ്. ഇവിടെ ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. വേറൊരു MLA പ്രശംസിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ഇവിടെ ധനകാര്യമന്ത്രി 7-ാം മാസത്തിൽ ജൂൺ ജൂലൈ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് 32,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. അതിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും
GST കോമ്പൻസേഷനും അതുപോലെ ബോറോ ലിമിറ്റിൻ്റെ ഇതും അത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് 3600 കോടിയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് 500 കോടി പെൻഷൻ്റെ പൈസ കിട്ടി. പ്രധാനമന്ത്രിക്ക് ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി 7-ാം മാസത്തിൽ അയച്ച കത്ത് വായിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്ന പണം 3100 കോടി രൂപ മാത്രമാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കത്ത്. 2, മുൻ ധനകാര്യമന്ത്രി ഈ നവംബർ 28-ാം തീയതി തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്രം ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. എത്ര ഐറ്റമാണ്? എല്ലാ ഐറ്റവും കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് 5132 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കുറച്ച് പൈസ കിട്ടി. അതിനാൽ അതും കണക്കാക്കുക. ഒരാൾ 7-ാം മാസത്തിൽ 3100 കോടി പറയുന്നു. രണ്ടാമത്തെ ആൾ മുൻ ധനകാര്യമന്ത്രി 5100 കോടി പറയുന്നു. ഇവിടെ വന്നിട്ട് 57,000 കോടി 61,000 കോടി എന്ന് പറയും. ഏത് കണക്കാണെന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. പിന്നെ GST കോമ്പൻസേഷൻ GST ആക്ടിൻ്റെ അകത്ത് 5 കൊല്ലത്തേക്കാണ് കൊടുക്കുന്നത്. 5 കൊല്ലത്തേക്ക് ആണല്ലോ. 5 കൊല്ലം മേടിച്ചല്ലോ നമ്മൾ. 5 കൊല്ലം നമ്മൾ വാങ്ങിച്ചു. കാരണം നമുക്ക് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് 14% അതായത് ഒരു സംസ്ഥാനത്തിന് 14% നികുതി വർധനവ് വളർച്ച ഇല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും. ബിലോ 14 ആണെങ്കിൽ കിട്ടും. 5 കൊല്ലവും നമുക്ക് കോമ്പൻസേഷൻ കിട്ടി. ഇപ്പം നമ്മൾ പറയുന്നത് കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം മുഖ്യമന്ത്രി എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് 2021, 22, 23 സാമ്പത്തിക വർഷങ്ങളിൽ 20%-ലധികം വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ടെന്ന GST വളർച്ചാ നിരക്ക്. അപ്പം 20% നിങ്ങൾ വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ടെന്ന് വാദത്തിന് സമ്മതിച്ചാൽ GST കോമ്പൻസേഷൻ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ച നമുക്ക് കിട്ടില്ലല്ലോ കേരളത്തിന്. ഇത് എന്ത് കണക്കാണ് നിങ്ങളീ പറയുന്നത്? റവന്യൂ ന്യൂട്രൽ റേറ്റ് 14% ആണ്. 14%-ൻ്റെ താഴെയാണ് ഗ്രോത്തെങ്കിൽ മാത്രമാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്. ഇവിടെ 20% എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു, ധനകാര്യമന്ത്രിയും പറയുന്നു. ഈ 20% എങ്ങനെ ഉണ്ടായതെന്നറിയാമോ? 20% കണക്കെത്രയാണെന്നറിയാം. 2017-18 3% മാത്രമേ വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. 19-20 ആയപ്പോഴേക്കും -4.9 ആയി. അടുത്ത വർഷമായപ്പോഴേക്കും -0.3 ആയി. അപ്പം -4.9 -0.3. അതിൽ നിന്ന് കോവിഡ് കഴിഞ്ഞപ്പോൾ 21, 22, 23 അതിൽ നിന്നുണ്ടായ വർധനവാണ്. അത് വലിയ ഗ്രോത്താണ്. കേരളത്തിന് കിട്ടേണ്ട ഗ്രോത്താണത്. നോർമൽ പീരീഡിൽ കേരളത്തിന് 30% ഗ്രോത്ത് GSTയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് -4-ൽ നിന്നാണ് ഈ ഗ്രോത്ത് ഈ കണക്ക് പറയുമ്പോൾ കണക്കിനൊരു കളിയുണ്ടല്ലോ. കണക്കിലൊരു കളിയുണ്ട്. -4-ൽ നിന്ന് 20 ആക്കിയിട്ട് അത് അവകാശപ്പെടുക. നമ്മൾ 20 കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടാക്സ് നമ്മൾ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളെ പറയുകയാണ്. നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഒരു അവകാശവാദം കൂടി ഞാൻ പൊളിച്ചു തരാം. ഈ GSTയുടെ റിപ്പോർട്ടുണ്ടല്ലോ, GST റിപ്പോർട്ട്. ആ GST റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ഈ വർഷം, ഈ കറണ്ട് ഇയർ ഡിസംബർ 31 വരെ നമ്മുടെ വളർച്ചാ ശതമാനം എത്രയാണെന്നറിയാമോ? 12%. രാവിലെ ധനകാര്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഹരിയാനയിൽ നിന്ന്, വേറെ സംസ്ഥാനത്ത് നിന്ന്. ഹരിയാനയിലെ ഗ്രോത്ത് എത്രയെന്നറിയാം? 22%. ഹരിയാന, തമിഴ്നാടിന് 19% ഡിസംബർ 31 വരെയുള്ള GST ഗ്രോത്താണ്. കേരളത്തിന് 12% GST ഗ്രോത്താണ്. ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വാറ്റിൽ നിന്നും GSTയിലേക്ക് മാറിയപ്പോൾ വി ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years നിങ്ങൾ GSTയുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ നിങ്ങൾ മാറ്റണം. നിങ്ങൾ മാറ്റിയോ? നിങ്ങളിപ്പോൾ പറയുന്നത് ഇന്ത്യ മുഴുവൻ മാതൃകയാണ്. ഇന്ത്യ മുഴുവൻ മാതൃകയായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലാണോ നിങ്ങൾ ഡിസംബർ 31 വരെ 12% ഗ്രോത്ത് ഉണ്ടാക്കിയത്? ബാക്കിയുള്ള അയൽ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. അതാണോ കേരളത്തിൻ്റെ മോഡൽ? 1000-ഓളം പേര് GST വകുപ്പിൽ വെറുതെ ഇരിക്കുക, സിറ്റിംഗ് ഐഡിൽ, ഒരു പണിയില്ലാതെ. ഇതാണോ നിങ്ങളുടെ റീസ്ട്രക്ചറിങ്? മുഖ്യമന്ത്രിയോട് ഞാൻ പറയാം, ഇതില്ല, നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഇന്റലിജൻസ് ഫെയിൽ ചെയ്തു, ഒരു സർവൈലൻസ് എന്ന് പറയുന്ന പരിപാടിയില്ല. ഇന്ന് കേരളത്തിൽ ഏത് സാധനവും
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മനസ്സിലായിക്കോ? രാവിലെ മന്ത്രി പറഞ്ഞു കുറേയൊക്കെ വരുന്നുണ്ട്. കുറേ അല്ല വരുന്നത്, ഭീകരമായിട്ടാണ് കേരളത്തിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നത്. ഒരാളുമില്ല അന്വേഷിക്കാൻ, ഒരാളുമില്ല അന്വേഷിക്കാൻ. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഈ നികുതി വെട്ടിപ്പ് പുറത്ത് ബ്ലാക്ക് ബിസിനസ് നടക്കുമ്പോൾ വേറെ കുറേ പേര് കട തുറന്നിരിക്കുന്നുണ്ട്, വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വെള്ളത്തിൻ്റെ പൈസ കൊടുത്ത് ആളുകളെ ജോലിക്ക് വെച്ചുള്ള ജെനുവിൻ ടാക്സ് പെയർ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ഷട്ടറും കൂടി നിങ്ങൾ ഇടിക്കും. ഈ ബ്ലാക്ക് ബിസിനസ് കേരളത്തിൽ നടക്കുമ്പോൾ ജെനുവിനായിട്ടുള്ള കച്ചവടക്കാരൻ്റെ കട പൂട്ടിപ്പോവും. അവനാണ് നമുക്ക് ടാക്സ് തരുന്ന നികുതിദായകൻ, നമ്മുടെ ശത്രുവല്ല, നമ്മുടെ മിത്രം. ആ നികുതിദായകന്മാരെല്ലാം വിഷമിക്കുകയാണ് കേരളത്തിൽ. നിങ്ങൾ ഈ 18-28% മെറ്റീരിയൽസ് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുവാണ്. B2B ബിസിനസ്, അതായത് അവിടെ നിന്ന് കച്ചവടക്കാർ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു. B2C ബിസിനസ്, ഇൻഡിവിജ്വൽസ് 5000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം, 5000 സ്ക്വയർ ഫീറ്റ് ടൈൽസ് വാങ്ങി ഇവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് അങ്ങ് വയ്ക്കുകയാണ്, ടാക്സ് കൊടുക്കുന്നില്ല. ഇത്രമാത്രം ടാക്സ് വെട്ടിപ്പ് സാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എനിക്ക് കുറച്ച് സമയം കൂടി വേണം സാർ. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രമാത്രം ടാക്സ് വെട്ടിപ്പ്. ഞങ്ങൾ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞു, എത്ര പ്രാവശ്യമായി ഇവിടെ ഞങ്ങൾ സ്വർണത്തെ പറ്റി പറയുന്നു. സ്വർണത്തെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും നടപടി സ്വർണത്തിന്റെ കാര്യത്തിൽ എടുക്കാൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ തയ്യാറായോ എന്നാണ് നമ്മുടെ ചോദ്യം.